ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് റഷ്യയുടെ പുതിയ COVID-19 വാക്സിനെ കുറിച്ചാണ്. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യ പുറത്തിറക്കിയ ഈ വാക്സിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളെക്കുറിച്ചും ഇത് ഷെയർ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള എഫക്റ്റുകൾ സൃഷ്ടിക്കും എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. റഷ്യ ഓൾറെഡി ക്ലെയിം ചെയ്തു കഴിഞ്ഞു അവർ ആ വാക്സിൻ നിർമ്മിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ വാക്സിൻ പെട്ടെന്ന് തന്നെ വിപണിയിൽ എത്തുകയോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുള്ള എഫക്റ്റ് പെട്ടെന്ന് തന്നെ ഇക്കണോമിയിൽ ദൃശ്യമാവുകയോ ഇല്ല. അതുപോലെ ഈ വാക്സിനെ കുറിച്ചുള്ള ചില ഡൗട്ടുകളും നിലനിൽക്കുന്നുണ്ട്. അതും ഓരോ ഇൻവെസ്റ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ഒരു വാക്സിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം. അതുപോലെ ഇക്കണോമിയിലും ഒരു ഇഫക്റ്റ് സൃഷ്ടിക്കും. അതായത് ഇപ്പോഴുള്ള ഇക്കണോമിക്കൽ ക്രൈസിസിൽ നിന്ന് അതിനെ നോർമലിലേക്ക് എത്തിക്കാൻ ഈ വാക്സിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ റഷ്യയുടെ വാക്സിന്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. റഷ്യ നിർമ്മിച്ച ഈ വാക്സിനെ അറിയപ്പെടുന്നത് ഗാമ കോവിഡ് ഗ്ലിയോ വാക്സിൻ എന്നാണ്. ഈ പേര് നൽകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ മെഡിസിൻ ഡെവലപ്പ് ചെയ്തത് റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രിയും അതുപോലെ ഗാമാലിയ സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജി എന്ന റിസർച്ച് ഫേം കൂടി കൊളാബറേറ്റ് ചെയ്താണ് ഈ മെഡിസിൻ പുറത്തിറക്കിയത്. റഷ്യ എബോളയ്ക്ക് വേണ്ടി ഒരു വാക്സിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശ്രേണിയിൽപ്പെട്ടത് തന്നെയാണ് ഈ വരുന്ന മെഡിസിനും. അതിൽ നിന്നുമാണ് ഈ വാക്സിൻ കണ്ടെത്താൻ പ്രചോദനമായെന്ന് അവരുടെ മിനിസ്റ്റേഴ്സ് പ്രസ് മീറ്റിംഗിൽ ക്ലെയിം ചെയ്തിരുന്നു. ഇന്ന് ലോകത്തെ പല മെഡിസിൻ റിസർച്ച് ഫേമുകളും ഈ മരുന്നിന്റെ എഫിഷ്യൻസിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കൺസേൺ ആയതിന്റെ കാരണം എന്ന് പറയുന്നത് ജൂലൈ 13 റഷ്യ ഇതിന്റെ ഫസ്റ്റ് ഫേസ് ടെസ്റ്റ് കഴിഞ്ഞതെന്ന് ലോകത്തെ അറിയിച്ചത്. അത് കഴിഞ്ഞ് ഫേസ് 2ഉം ഫേസ് 3യും ഉണ്ട്. അതിൽ തന്നെ ഫേസ് 3യിൽ ഏകദേശം 30,000 ആൾക്കാരിൽ അധികം ഇത് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വാക്സിൻ പരീക്ഷിക്കുന്നതിന് WHO രൂപരേഖകൾ തയ്യാറാക്കിയിരുന്നു. അത് ഫോളോ ചെയ്യാൻ റഷ്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ റഷ്യ അത് ഫോളോ ചെയ്തിരുന്നില്ല എന്നാണ് പല ആരോഗ്യ മേഖലയിൽ നിന്നുമുള്ള അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു ലാർജ് സ്കെയിലുള്ള ഒരു ടെസ്റ്റിംഗ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പലരും ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ റഷ്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില ക്ലെയിമുകളും അത്ര വിശ്വസനീയമല്ല. റഷ്യയുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഹെഡായ കിറിൽ ഡിമിത്രിസ് പറഞ്ഞത് ഈ വാക്സിൻ ഉപയോഗിച്ച് 21 ദിവസത്തിനുള്ളിൽ രോഗത്തിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ഹ്യൂമൻ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ട്രയൽ ജൂലൈ 13 മുതൽ 21 ദിവസങ്ങൾ വരെ നോക്കിയാൽ തന്നെ ട്രയലിന്റെ ഒരു അപാകത മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ലോകത്തെ പല സയന്റിസ്റ്റുകളെയും കൺസേൺ ആക്കുന്നത്. അതുപോലെ പല റിസർച്ചേഴ്സും വാൺ ചെയ്യുന്നത് ഒരു വീക്ക് മരുന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ വൈറസിന്റെ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയും അത് ഭാവിയിൽ ഒരു വലിയ എഫക്റ്റുകൾ തന്നെ സൃഷ്ടിച്ചേക്കുമെന്നാണ് വാൺ ചെയ്യുന്നത്. പക്ഷേ റഷ്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം എന്നത് പുടിൻ അറിയിച്ചത് അദ്ദേഹത്തിന്റെ മകൾക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുടിൻ ക്ലെയിം ചെയ്തത്. പക്ഷേ പുടിന്റെ മകളെക്കുറിച്ചോ ഫാമിലിയെക്കുറിച്ചോ ഇതുവരെ മീഡിയക്ക് ഒരു ക്ലിയർ ഇമേജുമില്ല. അതുകൊണ്ട് തന്നെ ആ ക്ലെയിമിൽ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതായി തോന്നുന്നില്ല. റഷ്യ ഇത്രയും പെട്ടെന്ന് ഈ മെഡിസിൻ കണ്ടെത്താനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റിയും ഗ്ലോബലി ഇവർ കൈവരിക്കാൻ പോകുന്ന ഒരു മേൽക്കോയ്മയുമാണ്. കാരണം ഒരു രാജ്യം കോവിഡിനെതിരെയുള്ള വാക്സിൻ ആദ്യമേ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അവരുടെ സയന്റിഫിക് മെഡിക്കൽ റിസർച്ച് ലോകത്തെ തന്നെ ഒന്നാമതാണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് തുല്യമാണ്. കൂടാതെ പുടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ഒരു പെട്ടെന്നുള്ള മെഡിസിൻ ഡിസ്കവറിയും രജിസ്ട്രേഷനും കാരണമായി എന്ന് നമുക്ക് കരുതാം. അതുപോലെ ഈ കാര്യത്തിനെക്കുറിച്ച് റഷ്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ മിഖായിൽ മുറാഷിക്കോ പറഞ്ഞത് ഒക്ടോബറിൽ ഈ വാക്സിന്റെ മാസ് വാക്സിനേഷൻ ഡ്രൈവ് ഓർഗനൈസ് ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ മെഡിസിൻ ആദ്യം നൽകുന്നത് സോൾജിയേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ് തുടങ്ങിയ ഫ്രണ്ട് ലൈൻ ഫോഴ്സസിനായിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. റഷ്യയുടെ ഇൻഡസ്ട്രി ട്രേഡ് മിനിസ്റ്റർ ഡെനിസ് മാൻറ്ററോവിന്റെ ഭാഗത്തു നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ഇത്ര മാത്രമാണ്: സെപ്റ്റംബറോടുകൂടി ഈ മെഡിസിൻ മാസ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് റഷ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കൃത്യമായ മറുപടികൾ റഷ്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതും ഈ വാക്സിനെ സംബന്ധിച്ച ഒരു പ്രോപ്പർ ഐഡിയ ലോകത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി വരുന്ന ഓരോ ന്യൂസുകളും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. ഈ വാക്സിൻ സ്പേസിൽ നിന്നും ഒരു പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിന് വന്നാൽ അത് മാർക്കറ്റിന് നല്ലൊരു ഉണർവ് തന്നെ നൽകിയേക്കും. അത് മാർക്കറ്റിനെ അപ്മൂവിലേക്ക് തന്നെ നയിച്ചേക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇതുപോലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.